നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരാഴ്ചയായി നമ്മുടെ ചാനലുകളിൽ ഒരു വാർത്ത മാത്രമേ സ്ഥിരമായി പ്രത്യക്ഷപ്പെടുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാം, സിനിമാ രംഗത്തെ പീഡന കഥകൾ മാത്രം. ഏമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മലയാള സിനിമാ രംഗത്തെ പിടിച്ചുലച്ച ഭൂകമ്പവും അതിനെ തുടർന്നുണ്ടായ വൻ സുനാമികളും ചലച്ചിത്ര രംഗത്തിൻ്റെ പ്രതിച്ഛായ തന്നെ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന നടനും സംവിധായകനും നിർമ്മാതാവും ക്യാമറാമാനുമൊക്കെ അഭിനയിക്കാനെത്തിയ നടികളെ കെട്ടിപ്പിടിച്ചതും ചുംബിച്ചതും തടവിയതും തലോടിയതുമായ കഥകൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു. രാത്രിയായാൽ ഹോട്ടലിൽ താമസിക്കുന്ന നടികളുടെ കഥകിന് മുട്ടിയ മാന്യ മഹാജനങ്ങളുടെ ചൂര പരാക്രമങ്ങളുടെ കഥകൾ കേട്ടപ്പോൾ ഒരു പഴയ ചലച്ചിത്ര ഗാനമാണ് പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വന്നത്. പുതിയ കാലത്ത് ഇന്ത്യൻ പീനൽ കോഡ് കുറ്റകരമെന്ന് പറയുന്ന ഈ വിഷയങ്ങളൊക്കെയും ഒരു പാട്ടിലൂടെ അവതരിപ്പിച്ച് നമ്മളെ വിസ്മയിപ്പിച്ച കവിയെക്കുറിച്ചും അദ്ദേഹം എഴുതിയ ഏറെ പ്രശസ്തമായ പാട്ടിനെക്കുറിച്ചും ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാതിരിക്കാൻ വയ്യ. കേട്ടോളൂ. ഇന്നത്തെ നിയമം അനുസരിച്ചാണെങ്കിൽ ഈ പാട്ട് എഴുതിയ വയലാർ രാമവർമ്മ എന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവിയെ അറസ്റ്റ് ചെയ്ത് സ്ത്രീപീഡനത്തിന് കേസെടുക്കുമായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ആ ഗാനത്തിലേക്കൊന്ന് കടന്നു ചെന്നാലോ. വേറൊന്നുമല്ല, ആ പാട്ട് 1971 പുറത്തിറങ്ങിയ തുകൽ ഭാസി സംവിധാനം ചെയ്ത ശരശയ്യ എന്ന ചിത്രത്തിലെ സത്യൻ്റെ അവസാന ചിത്രമായിരുന്നു. മനോഹരമായൊരു ഗാനം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഗാനരംഗത്ത് നിറഞ്ഞു നിന്നത് അഭിനയകലയുടെ മർമ്മമറിഞ്ഞ സത്യനും ശീലയും മധുവുമായിരുന്നു. വയലാർ എഴുതി ദേവരാജൻ മാഷ് സംഗീതം പകർന്ന് യേശുദാസ് പാടിയ ആ മനോഹരമായ ഗാനത്തിലെ വരികളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാൻകിടാവി, മെയ്യിൽ പാതി പകർത്തു തരൂ, മനസ്സിൽ പാതി പകർത്തു തരൂ മാൻകിടാവി. എന്ത് മനോഹരമായ ഗാനം! തൻ്റെ പ്രിയപ്പെട്ട കാമുകിയോടുള്ള വികാരം കാമുകൻ വെളിപ്പെടുത്തുകയാണ് ഈ വരികളിലൂടെ. മനസ്സിൻ്റെ പാതി മാത്രം പോരാ, ശരീരത്തിൻ്റെ പാതി കൂടെ പകുത്തു തരാനാണ് കാമുകൻ്റെ ആവശ്യം. തീർച്ചയായിട്ടും ഇതിൽ ഒരു കേസിനുള്ള വകുപ്പുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇപ്പം എനിക്ക് തോന്നുന്നു. ഇനി പാട്ടിൻ്റെ അനുപല്ലവി കൂടി നമുക്ക് കേട്ട് നോക്കാം. നീ വളർന്നതും നിന്നിൽ യൗവനശ്രീ വിടർന്നതും നോക്കി നിന്ന് കാലം പോലും കാണാതെ നിന്നിൽ കാമമുണർന്നതും കണ്ടു നിന്നു ഞാൻ കാത്തു നിന്നു. മിഴികൾ തുറക്കൂ, താമര മിഴികൾ തുറക്കൂ, പൂവലെ മിഴി, നിന്റെ മാറിൽ ചൂടുണ്ടോ, ചൂടിന് ലഹരിയുണ്ടോ. എന്ത് മനോഹരമായ വരികളല്ലേ! കൂടത്തിനത് പോരെ. 14 സെക്കൻഡിൽ കൂടുതൽ ഒരു പെണ്ണിനെ നോക്കി നിന്നാൽ കേസെടുക്കുന്ന കാലമാണ് ഇപ്പോഴുള്ളത്. അവിടെയാണ് അവൾ വളർന്നതും അവളിൽ യൗവനശ്രീ വിടർന്നതും എല്ലാം കാലം പോലും കാണാതെ കാമുകൾ നോക്കി നിന്നത് എന്ന് ഓർക്കണം. വയലാർ ചോദിക്കുന്ന അടുത്ത ചോദ്യം അല്പം കൂടി കടന്ന കൈയായി പോയോ എന്ന് എനിക്ക് സംശയമുണ്ട്. പൂവലയെ മിഴി, നിന്റെ മാറിൽ ചൂടുണ്ടോ, ചൂടിന് ലഹരിയുണ്ടോ. 1975 അദ്ദേഹം മരിച്ചുപോയി, നമ്മളെ വിട്ട് കടന്നു. അതിനാൽ ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. അല്ലെങ്കിൽ ഈ പാട്ട് എഴുതിയതിൻ്റെ പേരിൽ, അദ്ദേഹത്തിൻ്റെ പേരിൽ ആരെങ്കിലും ഒരു കേസ് കൊടുക്കാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ പാട്ടിൻ്റെ ചലനത്തിലേക്ക് പോവുകയാണെങ്കിൽ വയലാറിൻ്റെ വരികളെക്കുറിച്ച് ഒന്നും വിശദീകരിക്കുന്നില്ല. ഓക്കെ, ആ വരികൾക്കിടയിലൂടെ പ്രിയ വായനക്കാർ തന്നെ അതിൻ്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നീ ചിരിച്ചതും ചിരിയിൽ നെഞ്ചിലെ പൂവിടർന്നതും നോക്കി നിന്നു, ദൈവം പോലും കാണാതെ നിത്യദാഹമായി ഞാൻ തേടി വന്നു, നിന്നെ തേടി വന്നു. കതകു തുറക്കൂ, പച്ചില കതകു തുറക്കൂ, കളമൃദു മൊഴി, നിന്റെ കൂമ്പിളിൽ തേനുണ്ടോ, തേനിന് ലഹരിയുണ്ടോ. ഇങ്ങനെയുണ്ട്. കാമശാസ്ത്രം എഴുതിയ മുനിയുടെ കനകതൂലികയിൽ നിന്നും കടം കൊണ്ട് രസരാജനായ ശൃംഗാരത്തിൻ്റെ മധുചഷകത്തിൽ തൂലിക മുക്കിയെടുത്താണ് പ്രിയ കവി ഈ ഗാനത്തിലെ ഓരോ വരിയും എഴുതിയതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരുപക്ഷെ വയലാറിന് മാത്രം എഴുതാൻ കഴിയുന്ന വരി. അമ്മയും സഹോദരിയും ഭാര്യയും മകളും അടങ്ങുന്ന സ്ത്രീ സമൂഹത്തോടുള്ള എല്ലാ ആദരവും വെച്ചുകൊണ്ട് ഞാനൊന്ന് പറയട്ടെ.
ഇപ്പോൾ ഇവിടെ നിലവിലുള്ള പല നിയമങ്ങളും ഒരു വാക്കുകൊണ്ട് പുരുഷനെ കുറ്റവാളിയാക്കാൻ കഴിയുന്നതാണ്. കുറ്റം ചെയ്തവർ തീർച്ചയായും ശിക്ഷിക്കപ്പെടണം, അതിലൊരു സംശയവുമില്ല, നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ നിയമത്തിലെ പഴുതുകൾ ചൂഷണം ചെയ്തുകൊണ്ട് നിരപരാധികളായ പുരുഷനെ കുരിശിലേറ്റുന്ന പല സംഭവങ്ങളും അടുത്തിടെ പത്രങ്ങളിൽ വാർത്തയായി നമ്മൾ കാണുന്നു. ഈ നിയമങ്ങളിൽ തിരുത്തുകൾ ആവശ്യമാണെന്നൊരു സംശയവുമില്ല. അതിനുവേണ്ടി മാത്രമാണ് വയലാറിൻ്റെ ഈ മനോഹരമായ ഗാനം ഇപ്പോൾ ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്. എന്തായാലും ഒരു പാട്ട് എഴുതിയതിൻ്റെ പേരിൽ ഒരു കവിയും കുറ്റവാളിയാകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഗീതാഗോവിന്ദം എഴുതിയ ജയദേയ കവിയും കുമാരസംഭവത്തിൽ പരമശിവന് വേണ്ടി തപസ് ചെയ്ത പാർവതിയുടെ മേനിയിൽ ആദ്യം മഴത്തുള്ളി വീണ അനുഭവത്തെ വർണ്ണിച്ച കാളിദാസനും നമ്മുടെ മലയാളത്തിലെ വെൺമണി കവികളെയെല്ലാം വിചാരണ ചെയ്യേണ്ടി വരുമല്ലോ എന്ന് തോന്നിപ്പോകുന്നു. 250 ചിത്രങ്ങളിലായി ഏകദേശം 1500-ലധികം ഗാനങ്ങൾ എഴുതിയ വയലാറിൻ്റെ ഗാനങ്ങളിലൂടെ നമ്മളൊന്ന് സഞ്ചരിച്ചാൽ പോലും പ്രണയദാഹത്തിൻ്റെ ഉന്മാദങ്ങളും രതിയുടെ ശീൽക്കാരങ്ങളും ശൃംഗാര ഭാവനകളാൽ വിരിഞ്ഞു നിൽക്കുന്ന മാംസപുഷ്പങ്ങളും സ്ത്രീ ശരീരത്തിൻ്റെ വശ്യമധുര മനോഹര ഭാവങ്ങളും പുരുഷ കാമനകളുടെ അഭിനിവേശങ്ങളും പെണ്ണുടലിൻ്റെ ആസക്തികളിൽ നിറഞ്ഞു തുളുമ്പുന്ന നിർവൃതികളുടെ രോമഹർഷങ്ങളുമെല്ലാം പൂത്തുലഞ്ഞ് സൗരഭ്യം പരത്ത് നമുക്ക് കാണാൻ പറ്റും. ഇത് തന്നെയാണ് കാലത്തിന് മായ്ക്കാൻ കഴിയാത്ത വയലാർ ഗാനങ്ങളുടെ അല്ലെങ്കിൽ ഗീതികളുടെ സർഗ ദീപാവലി.